ബുദ്ധിമതിയായ അമ്മ. ഒരു കാലത്ത് ഒരു ബ്രാഹ്മണൻ അമ്മയോടൊപ്പം ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം ബ്രാഹ്മണന് ചില ജോലികൾക്കായി മറ്റൊരു ഗ്രാമം സന്ദർശിക്കേണ്ടി വന്നു. അദ്ദേഹം പോവാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു, മകനെ, നീ എന്തിനാണ് തനിച്ച് യാത്ര ചെയ്യുന്നത്? ഒരാളെ കൂടെ കൂട്ടുക. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കറിയാം അമ്മേ, കാട്ടിലൂടെയാണ് യാത്ര ചെയ്യാനുള്ളത് എന്ന്. എന്നാൽ അവിടെയൊന്നും ഭയപ്പെടാനില്ല. ആ കാട്ടിൽ വന്യമൃഗങ്ങളും മോഷ്ടാക്കളുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ബ്രാഹ്മണൻ പറഞ്ഞു, അമ്മ വിഷമിക്കരുത്, ഞാൻ തനിയെ പോയി എന്റെ ജോലി പൂർത്തിയാക്കി വൈകിട്ട് മടങ്ങും. എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. അവർ വീടിന് തൊട്ടടുത്ത ഒരു കുളത്തിന് സമീപം എത്തി. അവർ ഒരു ഞണ്ടിനെ പിടിച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് യാത്ര പോകുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ ഞണ്ടിനെ സൂക്ഷിക്കുക. അമ്മയെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ഞണ്ടിനെ സൂക്ഷിച്ചു. അദ്ദേഹം അതിനെ തന്റെ സഞ്ചിയിലായിരുന്നു സൂക്ഷിച്ചത്. അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. വേനൽക്കാലമായിരുന്നു അത്. ഉച്ചയായപ്പോൾ അദ്ദേഹത്തിന് ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു വലിയ വൃക്ഷം കണ്ടു. ആ വൃക്ഷത്തിന്റെ തണലിൽ കുറച്ച് വിശ്രമിക്കാമെന്ന് ചിന്തിച്ചു. ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ച് ആ വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കാൻ തുടങ്ങി. വളരെ ക്ഷീണിതനായതിനാൽ ഉടനെ തന്നെ ഉറങ്ങിപ്പോയി. വൃക്ഷത്തിന്റെ പൊത്തിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു. പാമ്പ് പൊത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ബ്രാഹ്മണനെ കണ്ടു. തൊട്ടടുത്തായി ഒരു സഞ്ചിയും. പാമ്പിന് സഞ്ചിയിലുള്ള ഭക്ഷണത്തിന്റെ മണം ലഭിച്ചു. പാമ്പ് സഞ്ചിക്ക് അടുത്തു വന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സഞ്ചിയിലുണ്ടായിരുന്ന ഞണ്ടിന് ദേഷ്യം വന്നു. ഞണ്ട് പാമ്പിനെ ആക്രമിച്ചു. അവസാനം ഞണ്ട് പാമ്പിനെ കൊന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് അദ്ദേഹം കാണുന്നത് തന്റെ സഞ്ചിക്കരികെ ഒരു പാമ്പ് ചത്തുകിടക്കുന്നതാണ്. ബ്രാഹ്മണൻ സ്വയം പറഞ്ഞു, ഈ ഞണ്ട് എന്നെ പാമ്പിൽ നിന്നും രക്ഷിച്ചു. അദ്ദേഹം ഞണ്ടിനോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായി അമ്മയുടെ വാക്കുകൾ കേൾക്കണമെന്ന്. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം കൂട്ടുകാർക്ക് മനസ്സിലായോ? മുതിർന്നവരെ അനുസരിക്കണം. The wise mother. Once upon a time, a Brahmin lived in a village with his mother. One day, Brahmin had to visit another village for some work. He got ready to leave. His mother told him, "Son, why are you traveling alone? Take someone with you." The Brahmin said, "I know that I have to travel through jungle. But there is nothing to be scared of. There are no wild animals. Nor are there any thieves in that jungle. But it would be better if someone went along with you." "Don't worry, mother, and don't even be afraid. I'll go alone and return tomorrow evening after I finish my work." Yet the Brahmin's mother was not so sure. She went to the pond outside their house, and from there she got a crab.
I do not approve of you going alone. Take this. Keep this crab with you. To make his mother happy, the Brahmin kept the crab. He kept the crab along with some camphor balls, which were kept in his bag. After that, he took his bag and left for the journey. It was summer time. Brahmin could not bear the heat anymore. Just then, he saw a huge tree. He thought, why not rest for a while under the shade of this tree? The Brahmin ate his food and decided to lie down under the shade of this tree. He was very tired, so he fell asleep immediately. A snake lived in the trunk of this tree. The snake came out of the trunk and saw the Brahmin. He saw the bag kept next to the Brahmin. He could smell the camphor in that bag. Snakes are known to be very fond of the smell of camphor. So the snake came near the bag and slipped into it. Then he began eating the camphor balls. Seeing this, the crab got angry and he attacked the snake. And finally he killed the snake. After some time, the Brahmin woke up. Suddenly he looked towards his bag. And what did he see? A snake was lying dead near his bag. Brahmin said to himself, "This crab has saved my life from the snake." He thanked the crab from the bottom of his heart. He truly felt that we should always listen to our mother. Moral: we should always listen to our elders.